ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊജക്ടൈലാണ് പഠിച്ചല്ലേ. അപ്പോൾ ഏത് ടൈപ്പ് പ്രൊജക്ടൈലിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഹൊറിസോണ്ടലുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാകുന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പ്രൊജക്ടൈൽ പോകുന്ന പാത്ത് പരാബോളയാണെന്ന് കണ്ടു അല്ലേ. ഇന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് പാത്ത് ഓഫ് പ്രൊജക്ടൈൽ പരാബോളയാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു. സോ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ദ പാത്ത് ഓഫ് പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ഒരു പ്രയാസമുള്ളതല്ല. നോക്കും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ സംഗതികൾ വീണ്ടും പറയാണ്, നോക്കണം. നോക്കൂ, ഇവിടെ സി യു കൺസിഡർ എ പ്രൊജക്ടൈൽ projected with a velocity u. Okay, so this is a velocity. Then this velocity makes an angle theta with the horizontal. Okay, then the velocity can be resolved into two components. So these are the components. Okay, no problem. This is horizontal component. What is it? U cos theta, and this is u sin theta. No problem. Then see, last day we saw the path. See, this is a path. So path is parabolic. It will reach the same level here. Am I right? So today we are going to prove that the path is parabolic. അപ്പോൾ പാത്ത് പരാബോളിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഒന്നുമില്ല, ശ്രദ്ധിച്ചിരിക്കുക. നമുക്കൊരു ഇവിടുന്ന് വിട്ട ഒരു സാധനം. സോ ദിസ് ഈസ് എ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ അവിടെ നിന്ന് വിട്ട സാധനം ഒരു ടി ടൈം കഴിയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും എത്തും അല്ലേ. ഒരു ടി ടൈം കഴിയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും എത്തും. ആ സമയത്ത് ഈ പ്രൊജക്ടൈലിനുണ്ടായ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അറിയണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് നോക്കണം. വരച്ച് നോക്കിയാൽ ഇത്രയും ദൂരമായിരിക്കും അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അത് എക്സ് അല്ലേ. ഇനി ടി ടൈം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊജക്ടൈൽ ഇവിടെയാണ് എത്തിയിരിക്കുന്നത് അല്ലേ. ആ സമയത്ത് അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറിയണമെങ്കിൽ ഈ ദൂരം നോക്കിയാൽ മതി. ഇതെന്ന് പറയുന്നത് y ദൂരമല്ലേ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഇത്രയും കാണിക്കാം, ടെൻഷൻ അടിക്കരുത്. ഒരു പ്രയാസമുള്ള സംഭവമല്ലേ ഇപ്പോൾ പറഞ്ഞത്. സോ യു നോ അബൌട്ട് അവർ പ്രൊജക്ടൈൽ. സോ ദിസ് ഈസ് യുവർ പ്രൊജക്ടൈൽ, ദിസ് ഈസ് യുവർ പ്രൊജക്ടൈൽ. ഓക്കെ, projected at velocity u, so projected at an angle theta with horizontal. Okay, the velocity can be resolved into two components. What are they? U cos theta horizontally and u sin theta vertically. So u sin theta vertically, no problem. Then your projectile will move along this parabolic path and it will reach the same horizontal level. Okay, this is the point of projection, no doubt. After t time, suppose your projectile is here. So after t time, your projectile is here. Okay, by that time, what is a horizontal displacement of your projectile? Let me show you. So this is a point the projectile reaches after t time. So that time, so your projectile covers this distance horizontally. So this is the horizontal displacement. Then this is a vertical displacement of your projectile. Okay, so this is the starting point. I call it O. So after t time, after a time t seconds, your projectile is reaching the point P. So by that time, it has a horizontal displacement x and vertical displacement y. Any doubt? Now, see, I want to find x. So how can I calculate x? x ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? ഹൊറിസോണ്ടലി ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ മോഷൻ എന്നാണ് ഞാൻ പഠിപ്പിച്ചത് കഴിഞ്ഞ ദിവസം. അപ്പം നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എനിക്ക് കാണണം. എക്സിൻ്റെ ആൻസർ എനിക്ക് വേണം. എന്ത് ചെയ്യും? ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷനാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് കിട്ടും. സോ വെലോസിറ്റി ഇൻറ്റു ടൈം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഹോറിസോണ്ടലി ഉണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഈസ് ഈക്വൽ ടു ഹോറിസോണ്ടൽ വെലോസിറ്റി ഏതാണെന്ന് പറയണം. ഏതാണ് ഹോറിസോണ്ടൽ വെലോസിറ്റി? യു കോസ് തീറ്റയാണ് ഇൻറ്റു ടി എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ടി ഞാൻ കണ്ടുപിടിക്കുന്നു. വാട്ട് ഈസ് ടി? ടി എന്ന് പറഞ്ഞാൽ എക്സ് ബൈ യു കോസ് തീറ്റ എന്നാണ്. എക്സ് ബൈ യു കോസ് തീറ്റ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയണം.
നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഇവിടെ നിന്ന് വിട്ട പ്രൊജക്ടൈൽ പിയിലെത്താൻ എടുത്ത ടൈമാണ്. ഓക്കെ, ഈ ടി ടൈം കൊണ്ട് ഇതിനുണ്ടായ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഒയ്. ഓക്കെ, അപ്പോൾ എക്സ് ദൂരം കവർ ചെയ്യാൻ അതെടുത്ത ടൈം ടി ആണ്, അതുപോലെ ഒയ് ദൂരം കവർ ചെയ്യാനും അതെടുത്ത ടൈം ടി ആണ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ പറയാം. ഇവിടുന്ന് വിട്ട സാധനം ഇപ്പൊ പിയിലിരിക്കുകയാണ്. ഈ ഓയിൽ നിന്ന് പിയിലേക്ക് വരാൻ അത് ടി ടൈം എടുത്തു. അപ്പോൾ ടി ടൈം കൊണ്ടുണ്ടായ ഹൊറിസോണ്ടൽ ദൂരമാണ് എക്സ്, ടി ടൈം കൊണ്ടുണ്ടായ വെർട്ടിക്കൽ ദൂരമാണ് ഒയ്. ഡൗട്ടില്ല. ഇനി ഞാൻ എന്താണ് ഇപ്പൊ പറഞ്ഞത്? അപ്പോൾ ടി ടൈം കൊണ്ടുണ്ടായ ഹൊറിസോണ്ടൽ ദൂരം എക്സ്, ടി ടൈം കൊണ്ടുണ്ടായ വെർട്ടിക്കൽ ദൂരം ഒയ്. അപ്പോൾ ഒയ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചാൽ ടി. എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുത്തു എന്ന് ചോദിച്ചാൽ അതും ടി. ഡൗട്ടില്ല. ഇനി എനിക്ക് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഏതാ? ഒയ് അല്ലേ? അതെനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യും? വെർട്ടിക്കലി നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം, ഇവിടെ നിങ്ങളുടെ ബോഡിക്ക്, നിങ്ങളുടെ പ്രൊജക്ടൈലിന് വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ട്. അതാണ് യു സൈൻ തീറ്റ അല്ലേ? ദിസ് വെലോസിറ്റി ഈസ് അഫക്റ്റഡ് ബൈ ഗ്രാവിറ്റി. അപ്പോൾ ആ വെലോസിറ്റി കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അപ്വേർഡ് വെലോസിറ്റി കുറഞ്ഞു വരും. അപ്പം നമ്മളിവിടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കാണണം. എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് കണ്ടുപിടിക്കണം. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി നിങ്ങൾ തന്നെ പറയണം, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒയ് അല്ലേ? ഇസ് ഈക്വൽ ടു വെർട്ടിക്കലി ഉള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു സൈൻ തീറ്റ അല്ലേ? യു സൈൻ തീറ്റ. ഇനി വെർട്ടിക്കലി ഒയ് ദൂരം കവർ ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? എക്സ് ബൈ യു കോസീറ്റ അല്ലേ? ഇനി പ്ലസ് ഹാഫ് എ എന്ന് പറയുന്നത് ജി അല്ലേ? മൈനസ് ജി അല്ലേ? അപ്പോൾ എന്താണ് എ എന്ന് പറയുന്നത്? എന്താണ്? മൈനസ് ജി ആണ്. നിങ്ങൾ ഈ സൈൻ കൺവെൻഷൻ ഒന്നും ഓർത്തുകൊണ്ടിരിക്കരുത്. നമുക്കിത് ചെയ്ത് കുളമാക്കാനേ പറ്റൂ. അപ്പോൾ നോക്കണം, മേലോട്ടാണ് നിങ്ങളുടെ സാധനം പോകുന്നതെന്ന് മാത്രം ചിന്തിക്കുക. അപ്പോൾ എയുടെ വാല്യൂ മൈനസ് ജി എന്ന് കൊടുക്കുക. ഇനി ടിയുടെ വാല്യൂ എത്രയാ? ടി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോ സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, ഇത്രയും കുഴപ്പമൊന്നുമില്ല. ഇനി അപ്പോൾ ഒയ് ഈസ് ഈക്വൽ ടു, ഇനി സമാധാനമായിട്ട് ആൻസർ പറയണം. യുകൾ ക്യാൻസലായി. ബാക്കി പറയൂ. എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആണ്. അപ്പോൾ ടാൻ തീറ്റ ഇൻറ്റു എക്സ്. അടുത്ത മൈനസ്, അടുത്ത പറയണം ഹാഫ് എഴുതി, ജി എഴുതി, എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോ സ്ക്വയർ തീറ്റ എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. പ്രയാസപ്പെടാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് പഠിച്ച ഒരു ഇക്വേഷൻ ഒയ് ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് പരാബോളയുടെ ഇക്വേഷൻ ആണ്. ഒറിജിനൽ ഇക്വേഷൻ എന്താണ്? പരാബോളയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് പരാബോളയുടെ ഇക്വേഷൻ? ഒയ് ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നാണ് നിങ്ങൾ പരാബോളയുടെ ഇക്വേഷൻ പഠിച്ചത്. ഇതിനകത്ത് സി എന്ന് 0 ആയാൽ ഇതെന്താവും? ഒയ് ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ആവും. ബിയും കൂടെ 0 ആയാലോ ഒയ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ എന്ന് മാത്രമാവും. ഇതെല്ലാം പരാബോളയുടെ ഇക്വേഷൻസ് ആണ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ആ സംഭവം മാത്രം ഞാനൊന്ന് പറയാം. ഞാനിവിടെ ഇപ്പം പറഞ്ഞ സംഭവം മാത്രം നോക്കൂ. പരാബോളയുടെ ഇക്വേഷൻ എന്താണ്? ഒയ് ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നാണ് ഒറിജിനൽ ഇക്വേഷൻ അല്ലേ? നമ്മൾ പഠിച്ചതാണ്, 10th പഠിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതിനകത്ത് സി 0 ആയാലും പ്രശ്നമില്ല. അപ്പോൾ ഒയ് ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എന്ന് എഴുതിയാലും പരാബോളയുടെ ഇക്വേഷൻ തന്നെയാണ്. ഇനി ഈ ഇക്വേഷനിൽ ബിയും കൂടെ 0 ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പരാബോളയുടെ വേറെ ഇക്വേഷൻ കിട്ടും. ഒയ് ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ. ഈ എഴുതിയിരിക്കുന്ന എല്ലാം പരാബോളയുടെ ഇക്വേഷൻസ് ആണ്. അപ്പം നമ്മുടെ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷൻ, പരാബോളയുടെ ഇക്വേഷൻ ഞാൻ എഴുതിയേണ്ട ഒയ് ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്വേഷനെ ഞാൻ ഇതിൻ്റെ താഴെ എഴുതുകയാണ്. ഒയ് ഈസ് ഈക്വൽ ടു, നേരെ നോക്കി പറയണം. ഇതോ നോക്ക്, ഇതിൻ്റെ ഷേപ്പ് നോക്കൂ. ഇത് കണ്ടോ? ഈ ടേം കണ്ടോ? ഒരു എക്സ് സ്ക്വയർ ഉണ്ട് അതിനകത്ത്. പിന്നെ ഒരു മൈനസ് ഹാഫ് പറ ജി ഡിവൈഡഡ് ബൈ
യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് പ്ലസ് അടുത്ത് ടാൻ തീറ്റ ഇൻറ്റു എക്സ് എന്നുണ്ട്. ഓക്കെ, നിങ്ങളത് കമ്പയർ ചെയ്തേ. എക്ക് പകരം അല്ലേ ഇത്രയും സാധനം, ഓക്കെ, ബിക്ക് പകരമല്ലേ ഈ ടാൻ തീറ്റ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കണ്ടിട്ട് രണ്ടും സിമിലർ ആണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു. അപ്പോൾ പരാബോളയുടെ ഇക്വേഷൻ്റെ അതേ ഷേപ്പിലാണ് നമ്മുടെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ പരാബോളയുടെ ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ ചെയ്തതെന്നർത്ഥം. അതായത് നിങ്ങളുടെ പ്രൊജക്ടൈൽ പോകുന്നത് പരാബോളിക് പാത്തിൽ പോകുന്നു. അപ്പോൾ പരാബോളിക് പാത്തിൽ പോകുന്നതുകൊണ്ടാണല്ലോ പരാബോളയുടെ ഇക്വേഷൻ കിട്ടിയത് അല്ലേ. അപ്പോൾ പാത്ത് ഓഫ് പ്രൊജക്ടൈൽ പരാബോളിക് ആണെന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മനസ്സിലായവരും മനസ്സിലാവാത്തവരും ഒക്കെ ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഫ്രം ദ ബിഗിനിങ് ഐ വിൽ എക്സ്പ്ലെയിൻ ദ ഹോൾ തിങ്സ് ഓൺസ് അഗെയിൻ. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ path of projectile is parabolic, or you have to prove that the trajectory of projectile is parabolic. ഓക്കെ, സോ ട്രാജക്ടറി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണം. എന്താണ് ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ പാത്ത് എന്ന് തന്നെ. അപ്പോൾ പാത്ത് ഓഫ് പ്രൊജക്ടൈൽ ഈസ് പരാബോളിക്. അപ്പോൾ ട്രാജക്ടറി പാത്ത്, ഇപ്പം നമ്മുടെ സുജിത്ത് നടന്നു വന്നു, സുജിത്തിൻ്റെ ട്രാജക്ടറി ശരിയല്ല എന്നാണ് ബാക്കി ആളുകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ ട്രാജക്ടറി തെറ്റിക്കിടക്കുകയാണ്, വഴി തെറ്റിപ്പോയി എന്നാണ്. അപ്പോൾ ആണോ സുജിത്തെ? അപ്പോൾ അല്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ വഴി തെറ്റിയോ? ഇല്ല. അപ്പോൾ എന്താണ് വഴി തെറ്റരുത്, അപ്പോൾ ട്രാജക്ടറി കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊജക്ടൈലിൻ്റെ ട്രാജക്ടറി എന്താണ്? പ്രൊജക്ടൈലിൻ്റെ വഴി എന്താണ്? പരാബോളിക് ആണ്. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാം. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? യു പ്രൂവ് ദാറ്റ് path of projectile is parabolic. So shall I do it? So listen properly. So നേരെ നോക്കി ആൻസറുകളെല്ലാം പറയണം. So listen properly. Consider a projectile projected with a velocity u, okay, making an angle theta with horizontal. The velocity can be resolved into two components, u cos theta horizontally and u sin theta vertically. Okay, then the vertical velocity is affected by gravity. Vertical velocity is affected by gravity. Throughout the motion, the horizontal velocity remains constant. Then the projectile follows a parabolic path here, so it will reach the same horizontal level. Okay, so we are going to prove that the path is parabolic. See, this is the point of projection. I call it O. Then after t time, suppose your projectile is somewhere here, I call the point as P. By that time, your projectile has a horizontal displacement x and vertical displacement y. Any problem? See, in t time your projectile will reach the point P. Okay, by that time what is the horizontal displacement? It is x. What is the vertical displacement? It is y. So we want to calculate the horizontal displacement and the vertical displacement. Shall I do it? So I want to find horizontal displacement and vertical displacement. First I shall calculate horizontal displacement. You see, horizontal velocity is constant throughout the motion. So for calculating horizontal displacement, I must depend on this equation. Velocity is equal to displacement divided by time. Displacement divided by time. So if the velocity is constant, you can use this equation. Last day we discussed. Then from this, what is displacement? Displacement is equal to velocity into time. Velocity into time. Okay, what is a horizontal displacement? X is equal to horizontal velocity. It is u cos theta. So u cos theta into time t. So from this find out t. T is equal to x by u cos theta. Okay, this is a time taken by your projectile to reach the point P, or this is a time taken for covering x displacement, or this is a time taken for covering y displacement. Is it clear? See, this is O, this is a point of projection. After t time your projectile is reaching the point P, means, see, by that time it has horizontal displacement x and vertical displacement y, no doubt. Then, so what is the time taken for x displacement? It is t. What is the time taken for vertical displacement y? It is also t. So what is the answer of t? This is the answer of t.
Next, I want to find vertical displacement. So next I calculate vertical displacement. So to calculate vertical displacement, I use a equation S is equal to ut plus half at square. Ut plus half at square. Why I am using this equation? ചുമ്മാതെ എനിക്ക് തോന്നിയ ഇക്വേഷൻ ഒന്നും കയറി ഉപയോഗിക്കാൻ പറ്റില്ല. Why I am using this equation? See, these are the equations for accelerated motion. See, your vertical velocity decreases uniformly. Am I right? See, your body will get uniform retardation. So you can use this equation. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ യൂണിഫോം ആക്സലറേഷനോ യൂണിഫോം റിട്ടാർഡേഷനൊക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, ഈ ഇക്വേഷൻ ഉപയോഗിക്കാവൂ. നിങ്ങളുടെ പ്രൊജക്ടൈലിൻ്റെ അപ്വേർഡ് വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡ്യൂ ടു ദ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഇറ്റ് ഈസ് ഡിക്രീസിങ്, ശരിയല്ലേ? സോ ഇറ്റ് ഈസ് ഗെറ്റിംഗ് യൂണിഫോം റിട്ടാർഡേഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഐ യൂസ് ദ ഇക്വേഷൻ S is equal to ut plus half at square to calculate vertical displacement. So what is the vertical displacement here? Y. So y is equal to, what is u? Vertical initial velocity. What is a vertical initial velocity? It is u sin theta into, what is a time? Time is x by u cos theta, then plus half, what is acceleration? Actually it is getting retardation. Am I right? So I put it as minus g. Then what is t? T is that one, it's a square. So x by u cos theta square, no problem. So cos theta square. Now listen, y is equal to u cancelled, I am getting sin theta by cos theta tan theta, then x plus minus half g, tell me, x square divided by u square cos square theta, no problem. Then this is similar to one equation. What is it? Y is equal to, tell me, ax square plus bx. So our equation is similar. Okay, see, y is equal to ax square plus bx is a equation for parabola. You just compare x square, you can find x square here, here also x square. Then instead of a, what comes here? This item comes here. Then x here, x there. Instead of b, tan theta. Okay, so our equation is similar to the equation of parabola. So it means that path of projectile is parabolic. പ്രയാസം തോന്നിയോ? So will you tell me the answer once again? So നിങ്ങൾ പറഞ്ഞാലേ ഞാൻ എഴുതൂ, ആൻസറുകൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം. ഓക്കെ, ഫ്രം ദ ബിഗിനിങ് the whole things once again. So what are the sentences you have to write? See, consider a projectile projected with a velocity u making an angle theta with the horizontal. Okay, the velocity can be resolved into two components. So these are the components. The horizontal velocity is u cos theta, vertical velocity is u sin theta. Then tell me, the horizontal velocity is unaffected by gravity. So throughout the motion, the horizontal velocity remains the same. But vertical velocity is affected by gravity. So it decreases with the time. The details you know. Then this is a path of your projectile. So from this picture it is parabola. So I have some doubt whether it is parabolic or something else. So we are going to prove that the path is parabolic. Then consider the starting point. This is a point of projection. After t time, suppose your projectile is here, I call the point as P. By that time, your projectile has a horizontal displacement x and a vertical displacement y. Okay, O is a starting point. So then after t time, it will reach this point. Am I right? So by that time t, the horizontal displacement is x and the vertical displacement is y. Then tell me about horizontal. See, I want to find horizontal displacement and vertical displacement. See, horizontally the velocity is constant. So which equation can I use? Velocity is equal to displacement by time. Last day also we said the same item. See, velocity is equal to displacement divided by time. So displacement divided by time. So from this, displacement is equal to
velocity into time. Okay, so for horizontal motion, what is the displacement? X. Then is equal to horizontal velocity u cos theta into t. Then from this, what is t? T is equal to x divided by u cos theta. This is the time for horizontal displacement. Any doubt? This is the time taken for horizontal displacement. Then this is also the time taken for y displacement. Any doubt? See, after t time your projectile is reaching the point P. So by that time the horizontal displacement is x, vertical displacement is y. So what is the time taken for x displacement? T. What is the time taken for vertical displacement? It is also t. Any problem? Now I want to find vertical displacement. So to calculate vertical displacement, I use a equation. Vertical displacement I want. So to calculate that, I use a equation S is equal to ut plus half at square. Why this equation? Why this equation? So this is equation applicable to accelerated motion. So upward velocity decreases. Okay, so in the upward direction, see, velocity is decreasing, so your body is uniformly retarded. Okay, so you can definitely use this equation. Say, tell me about the letters. What is the vertical displacement? So instead of s, you write y. Y is equal to, what is the vertical initial velocity? It is u sin theta into, what is t? What is t? It is given here, x divided by u cos theta, then plus half into, what is a? It is not getting a acceleration, it is getting uniform retardation. So negative g, then t square, it's a square. So x by u cos theta square. Okay, then y is equal to, u cancelled, I am getting sin theta by cos theta, tan theta into x, then minus, tell me, half g x square divided by u square cos square theta. Okay, this is of the form y is equal to ax square plus bx. Okay, which is the equation for parabola. So our equation is of the same form. I said, means path of projectile is parabolic. ഇനി പറയണോ? നല്ല എളുപ്പമല്ലേ? അപ്പോൾ ഇതെല്ലാം എക്സാമിൻ്റെ കമ്പൽസറി ആയിട്ട് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ കെയർ ആയിട്ടിരിക്കണം. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോവാം. ഓക്കെ.